ധന്യനായ കർത്താവിന് മഹത്വം. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു: നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോടുകൂടെ ഉള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കും, ഭയപ്പെടരുത്, ഭ്രമിക്കുകയുമരുത് എന്ന് ദൈവം കൽപ്പിച്ചു. അപ്പോൾ യോശുവയോട് പറയുകയാണ്, നീ എന്ത് ചെയ്യണം? ഞാൻ നിന്നോട് കൂടെ ഉള്ളതുകൊണ്ട് നീ പോകുന്നിടത്തൊക്കെയും ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, അതുകൊണ്ട് ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കും. എന്ന് പറഞ്ഞാൽ, ഞാൻ നിന്നോട് കൂടെ ഉള്ളത് ഒരുപക്ഷെ നിന്റെ കണ്ണിന്റെ മുമ്പിൽ നിനക്ക് കാണാൻ പറ്റുന്നില്ലായിരിക്കാം, പക്ഷേ ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? ഉറപ്പും ധൈര്യവും ഉള്ളവനെ. കാരണം നിന്റെ മുമ്പിൽ യോർദാനുണ്ട്, നിന്റെ മുമ്പിൽ എരിഹോ ഉണ്ട്, നിന്റെ മുമ്പിൽ ഹായി ഉണ്ട്, നിന്റെ മുമ്പിൽ തടസ്സങ്ങൾ പലതുമുണ്ട്. പക്ഷേ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. എന്നെ ഒരുപക്ഷെ നിനക്ക് ഞാൻ ആയിരിക്കുന്ന രൂപത്തിൽ നിന്റെ മുമ്പിൽ നിനക്ക് കാണുവാൻ കഴിഞ്ഞില്ല എന്ന് വെച്ച് ഞാൻ ഇല്ല എന്ന് നീ ചിന്തിക്കണ്ട. ഞാൻ നിന്നോട് കൂടെ ഇരിക്കുന്നത്, നീ എവിടെ പോയാലും ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. കാരണം ഞാനാണ് നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്ന. മോശയോട് കൂടെ ഇരുന്നത് പോലെ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരുത്തനും നിന്റെ നേരെ നിൽക്കുകയില്ലെന്ന് ഞാൻ നിന്നോട് വാക്ക് പറഞ്ഞതുപോലെ നിനക്കൊന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല, ഭ്രമിക്കേണ്ട കാര്യമില്ല. നിന്റെ മുമ്പിൽ യോർദാൻ നിന്നാലും യോർദാനെ വറ്റിക്കുവാൻ ഞാൻ നിന്റെ കൂടെ ഉണ്ട്. നിന്റെ മുമ്പിൽ എരിഹോ മുതലുണ്ടെങ്കിൽ എരിഹോ മുതലിനെ തകർക്കുവാൻ നിന്റെ കൂടെ ഉണ്ട്. നിന്റെ മുമ്പിൽ കീഴടക്കുവാൻ അനവധി ജാതികൾ ഉണ്ടെങ്കിലും നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നിന്റെ പിതാക്കന്മാരോട് വാഗ്ദത്തം ചെയ്തത് ഞാൻ നിന്റെ മുമ്പിൽ നിന്ന് നഗ്നതും മലർന്നതുമായി കാണിച്ചിരിക്കുന്നു. നീ ധൈര്യമുള്ളവനായി ഉറപ്പുള്ളവനായി ഒരുവനും നിന്റെ നേരെ നിൽക്കുകയില്ല എന്നുള്ള അറിവോടുകൂടി മുന്നോട്ട് പോയി സകലതും കീഴടക്കി ഞാൻ വാഗ്ദത്തം ചെയ്തൊക്കെ നീ പ്രാപിച്ച് നിന്റെ ജനത്തിന് കൊടുക്കണമെന്ന് യഹോവയായ ദൈവം യോശുവയോട് കൽപ്പിച്ചു. അവൻ ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിച്ച് ദൈവത്തിന്റെ വചനത്തിൽ ആശ്രയിച്ചു. അവന് മുമ്പിൽ സകലതും കീഴടക്കി അളവ് നൂൽ പിടിച്ച് കർത്താവ് പറഞ്ഞതുപോലെ ഇസ്രായേൽ ഗോത്രങ്ങൾക്ക് അവൻ അളന്ന് തിരിച്ചു കൊടുത്തു. വചനം കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്റെ മുമ്പിൽ നിന്നോട് വാഗ്ദത്തം ചെയ്ത് നിന്റെ മുമ്പിൽ ദൈവം തുറന്നു കാണിക്കുകയാണ്. നിനക്കതിനെ കീഴടക്കാം, യോശുവ കീഴടക്കിയതുപോലെ. കാരണം കർത്താവ് പറഞ്ഞു, നീ പോകുന്നിടത്തൊക്കെയും ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. മോശയോടുകൂടി ഇരുന്നത് പോലെ തന്നെ. ദൈവത്തിന്റെ പൈതൽ, കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. ദിവ്യാത്മാവിന്റെ സാന്നിധ്യം നമ്മളോട് കൂടെയുണ്ട്. അതുകൊണ്ട് നമുക്ക് കടന്നു പോകാം. ദൈവം പറഞ്ഞതൊക്കെ പ്രാപിപ്പാൻ, വാഗ്ദത്തങ്ങൾ പ്രാപിപ്പാൻ കർത്താവ് നമ്മളെ ഈ വചനങ്ങളാൽ സഹായിക്കുമാറാകും.